നമസ്തേ, ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിന്റെ ജ്യോതിഷ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പ്രതിപാദിക്കാൻ പോകുന്നത് പൂര നക്ഷത്രത്തിന്റെ 2024 രോഗദുരിത ദോഷ ഫലങ്ങളെ കുറിച്ചാണ്. 2024 പൊതുവെ പൂര നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളാണ്. അതായത് ശനിദേവനെ കൊണ്ടാണ് 7ാം ഭാവത്തിൽ ശനി കടന്നു പോകുന്നതിനാൽ കണ്ടകശനിയാണ്. അതുപോലെ തന്നെ ബുധൻ, ശുക്രൻ, വ്യാഴം ഈശ്വരന്മാരെ കൊണ്ട് വലിയ ദോഷങ്ങളില്ലെങ്കിൽ കൂടി ശനിദേവനെ കൊണ്ട് നമ്മൾക്ക് പൂര നക്ഷത്രക്കാർക്ക് ദോഷം പറയേണ്ടതായിട്ട് വരും. എങ്കിലും നമ്മൾക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. വാനവീതിയിൽ തൊട്ടിൽ കാണപ്പെടുന്ന പോലെ തൊട്ടിലിന്റെ രൂപത്തിലുള്ള ഒരു നക്ഷത്ര സമൂഹത്തെയാണ് പൂര നക്ഷത്രം എന്ന് നമ്മൾ പറയുന്നത്. വാനവീതിയിൽ എന്ന് വെച്ചാൽ മെഗാ ക്ലസ്റ്ററിലാണ് ഇത് കാണപ്പെടുക. ആസ്ട്രോണമിയിൽ നമ്മൾ രാത്രികാലങ്ങളിൽ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊട്ടിലിന്റെ ആകൃതിയിലാണ് ഈ നക്ഷത്ര സമൂഹം നമുക്ക് കാണാൻ കഴിയുക. അതിനെയാണ് പൂര നക്ഷത്രം എന്ന് നമ്മൾ പറയുന്നത്. ഭരണി, മകയിരം, ചിത്തിര, അനിഴം, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങളുമായി പൂര നക്ഷത്രത്തിന് മധ്യമരജി ദോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരാദി വേദ നക്ഷത്രമാണ്. 2024 ശുഭഫലങ്ങളെക്കാൾ അശുഭഫലങ്ങൾക്കാണ് സാധ്യത കൂടുതൽ. ധനലാഭം ഉണ്ടെങ്കിലും ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. രോഗദുരിതങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. ദേവപരിഹാരങ്ങൾ ഇതിനായി തേടേണ്ടതായിട്ടുണ്ട്. അതായത് കണ്ടകശനി ആയതിനാൽ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോവുക, ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോവുക, ഇതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. ശനിപ്രീതി നേടുക. ഈ ശനീശ്വരന്റെ കോപം കൂടുതലുണ്ടാകുന്നത് നമ്മുടെ ജന്മസമയത്തെ ഗ്രഹനിലയിൽ ശനീശ്വരൻ ബലഹീനാകുകയോ നീചസ്നാകുകയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദോഷഫലങ്ങൾ കൂടും. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയില്ലെങ്കിലും കണ്ടകശനി ദുരിതമാണ്. പൂരം ഒരു വന്ധ്യ നക്ഷത്രമാക്കിയാൽ ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പൂര നക്ഷത്രം വളരെ ശുഭ നാളായിട്ടാണ് കാണപ്പെടുന്നത്. 2004 7ൽ ശനിയായതിനാൽ 7ാം ഭാവത്തിൽ ശനിയായതിനാൽ കണ്ടകശനി കൂട്ടർക്ക് അനുഭവപ്പെടും. കുടുംബത്തിൽ രോഗദുരിതങ്ങൾ, ഭാര്യഭർത്തൃ രോഗപീഠകൾ, കലഹം, ധനനഷ്ടം, ഐശ്വര്യനഷ്ടം, ഭാഗ്യ, ദയാപുണ്യ കർമ്മങ്ങൾക്കെല്ലാം വിഘ്നം. ധനനഷ്ടം പ്രതീക്ഷിക്കാം. ധനം നഷ്ടം കൂടാതെ തന്നെ ഈ ധനം നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. പോലീസ് കേസൊക്കെ പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് 2024 ഇതിൽ ഈ ശനിയെ കൊണ്ട് ഇവർക്ക് മെയിനായിട്ട് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ. ആഡംബര അലങ്കാരങ്ങളിൽ ഇവർക്ക് ആഡംബരങ്ങളിൽ വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത് ആഡംബരങ്ങളിൽ വളരെ താല്പര്യമുള്ളവരാണ് ഇവര്. ആഭരണങ്ങളിൽ ഇവർക്ക് വളരെ താല്പര്യമുണ്ടായിരിക്കും. വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കുവാൻ ഇവരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. പ്രൗഢഗംഭീരവും ആജ്ഞാശക്തിയും സുമുഖദായകവും ആകർഷക സ്വഭാവമുള്ളവരുമായിരിക്കും ഇവര്. നക്ഷത്രങ്ങളിൽ അധികം പേരും ഇങ്ങനെയൊക്കെയാണ് കാണപ്പെടുക. പ്രൗഢിയോടുകൂടിയതും സുഖസന്തോഷത്തോടു കൂടിയുമായ ജീവിതമായിരിക്കും ഇവരധികവും നയിക്കുക. പൂര നാളുകളിൽ സ്ത്രീ സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നത് കാണാം. ശിശുക്കളിൽ അധികം താല്പര്യമുള്ളതുകൊണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നതിനോട് ഇവർക്ക് ഉദ്ദേശം വെച്ച് പുലർത്താറുണ്ട്. ഉന്നതമായ കാഴ്ചപ്പാടോടുകൂടി ഇവർ മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയുള്ളൂ. ശുക്രന്റെ കടാക്ഷമുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലായിരിക്കും ഇവരുടെ പ്രവർത്തനം. ആലംബഹീനരെ സംരക്ഷിക്കുന്നതിനും അതിയായ താല്പര്യമുള്ളവരായിരിക്കും പൂര നക്ഷത്രക്കാരൻ. അധികവും സ്വതന്ത്ര ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ളവരുടെ അംഗീകാരം നേടാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. 2024 രാഹു 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ അപകടങ്ങൾ, പ്രണയനൈരാശ്യം, വ്യവഹാരങ്ങളിൽ ചെന്ന് ചാടുക തുടങ്ങിയവയായിരിക്കും. അതായത് കോടതി കേസ്, പോലീസ് കേസൊക്കെ ആയിരിക്കും ഫലം. കലഹങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത കൂടുതലുണ്ട്. 2024 ദേഹത്തിന് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. മാനഹാനി മുതലായ കാര്യങ്ങളിൽ നമുക്ക് ഈ 2024 പൂര നക്ഷത്രക്കാരിൽ പറയാൻ കഴിയും. ബുദ്ധിപരമായും സാഹസികമായും മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് ഇവർക്ക് അഭികാമ്യം. രാജ്യസ്നേഹവും അതുപോലെ തന്നെ കുടുംബസ്നേഹമുള്ളവരും സംസാരവും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകുന്നവരുമായിരിക്കും ഇവര് പൂര നക്ഷത്രക്കാർക്ക് സഹനശക്തിയും നിസ്വാർത്ഥ മനോഭാവം കൂടുതലായിരിക്കും. വേണ്ടാത്ത പ്രവൃത്തി എവിടെ കണ്ടാലും അതിനെ നികശകാന്തം എതിർക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. 2024 അത്ര നല്ലതല്ല. നല്ല ആരോഗ്യത്തോടും സുന്ദരമായ ശരീരത്തോടും കൂടിയവരായിട്ട് പൂര നക്ഷത്രക്കാർ. ഇവരെ നല്ല പെരുമാറ്റം ആഗ്രഹിക്കുന്നവരാണ്. ഇക്കൂട്ടർ എപ്പോഴും ശത്രുക്കൾ ഉണ്ടായിരിക്കും. ശത്രുക്കൾ ജീവിതകാലം ഉടനീളം അവർക്ക് ആരെങ്കിലുമൊക്കെ ശത്രു സ്ഥാനങ്ങളുണ്ടാവും. ഉന്നത സ്ഥാനങ്ങളിൽ എത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യും. സംഗീതാദി കലകളിൽ അധികം താല്പര്യമുള്ളവരായിരിക്കും. എഴുത്ത്, കഥ, കവിതയൊക്കെ എഴുതാൻ വളരെ താല്പര്യരായിരിക്കും ഇവരെ. 2001 വാഹനയോഗമുണ്ട്. പുതിയ ഗ്രഹയോഗമുണ്ട്. പൂരനാളുകൾ ലോലഹൃദയരും മറ്റുള്ളവരോട് കരുണയുള്ളവരും മോശമായ കാര്യങ്ങൾ ചെയ്യാത്തവരുമാണ്. വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആലോചനാശക്തിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഇവരിൽ പ്രകടമായി കാണാറുണ്ട്. 40-45 വയസ്സിന് മുകളിലാണ് ഇവർക്ക് വളരെയധികം ഉന്നത സ്ഥാനങ്ങളിൽ നല്ല കാലം ഇവർക്ക് വരിക. ഇപ്പോൾ കണ്ടകശനി ആയതിനാൽ ശനീശ്വര യന്ത്രം വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശാസ്ത്രാഗായത്തിൽ ചൊല്ലുന്നത് നല്ലതാണ്. ഓം രേവദന്തായ വിദ്മഹേ മഹാശാസ്ത്രായ ധീമഹി തന്നോ ശാസ്ത്ര പ്രചോദയാതെന്നാണ് നമ്മുടെ
ശാസ്ത്രമന്ത്രം. അതുപോലെ തന്നെ അയ്യപ്പകാലത്ത് എഴുതുന്നതാണ് ഓം ശബരിനാഥായ വിദ്മഹേ ശിവവിഷ്ണുപുത്രായ ധീമഹി തന്നോ മണികണ്ഠ പ്രചോദയാത് എന്നാണ് അയ്യപ്പഗായത്രി. ഇതിനോടൊപ്പം ശനി മൂലമന്ത്രവും ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കണ്ടകശനിയാണ്, അതുകൊണ്ട് തന്നെ ഇത് ഈ സമയം ശ്രദ്ധിക്കണം. 2024 ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരാണ് ഇവരിലധികം പേരും. ആചാരധർമ്മ അനുഷ്ഠാനങ്ങളിൽ അതിയായ താല്പര്യമുള്ളവരാണ്. ഉറച്ച ഒരു തീരുമാനത്തിനും പിന്മാറുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരിക്കില്ല. ചന്ദ്രൻ നല്ല നീചസ്സനായതുകൊണ്ട് മാതാവ്, ഗ്രഹം, വിദ്യാഭ്യാസം, വാഹനം എന്നിവയെ സംബന്ധിച്ച ചന്ദ്രൻ 4 നീചസ്സനായതുകൊണ്ട് മാതാവ്, ഗ്രഹം, വിദ്യാഭ്യാസം, വാഹനം എന്നിവയെ സംബന്ധിച്ച് സൂര്യക്കേടുണ്ടായിരിക്കും. ഔദ്യോഗിക മണ്ഡലങ്ങളിൽ അധികം വ്യവസായത്തിലായാലും നല്ല രീതിയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കും. അഭിമാനബോധവും കുലീനതയും ഇവരിൽ അധികം പേർക്ക് കണ്ടുവരുന്നുണ്ട്. ഇത്രയുമാണ് പൂരനക്ഷത്രക്കാരുടെ 2024 കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇവരുടെ ഭാഗ്യ നിറം കറുപ്പും ചുവപ്പും ഇടകലർന്ന ഒരു നിറമാണ്. അതായത് ചെറുപ്പഴത്തിന്റെ കളറാണ് വൈറ്റ് കളർ. ഭാഗ്യസംഖ്യ 6 നിങ്ങളുടെ ദുരിതം എന്തുമാവട്ടെ കബഡി പ്രശ്നം വെച്ച് വീഡിയോ ആയി അയക്കാൻ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വിളിക്കണം. മുഹൂർത്തം, പൊരുത്തം, ശത്രുദോഷങ്ങൾ, അഭിചാര ക്രിയാ പ്രതിവിധി, സമയദോഷങ്ങൾ, നിങ്ങൾ നേരിടുന്ന എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരം വീഡിയോ ആയി വാട്സപ്പ് വഴി കബഡി പ്രശ്നത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നു. തീർച്ചയായും വിളിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.